വാഷിംഗ്ടൺ DC-യിൽ നിന്നും 30 പേരടങ്ങുന്ന ടൂർ സംഘത്തോടൊപ്പം ഞാൻ ന്യൂയോർക്ക് പട്ടണത്തിലേക്ക് മടങ്ങുകയാണ്. ഏതാണ്ട് 350 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര. വാഷിംഗ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്ക് 4.5 മണിക്കൂർ യാത്രയുണ്ട്. ബസ് ബാൾട്ടിമോർ പട്ടണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വാഷിംഗ്ടണിലേക്ക് പോയപ്പോൾ കാണാത്ത ബാൾട്ടിമോറിൻ്റെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാൾട്ടിമോറിലെ തുറമുഖ മേഖലയാണിത്. തുറമുഖത്ത് യുദ്ധക്കപ്പലുകൾ നിരന്നു കിടക്കുന്നു. 1812 തുടങ്ങിയ US ബ്രിട്ടൻ യുദ്ധത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ നഗരമാണ് ബാൾട്ടിമോർ. വാഷിംഗ്ടൺ DC-യും ക്യാപിറ്റോളും ട്രഷറിയും അഗ്നിക്കിരയാക്കിയ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ അടുത്ത നീക്കം ബാൾട്ടിമോർ ആയിരുന്നു. അക്കാലത്ത് അമേരിക്കയിലെ സുപ്രധാന തുറമുഖ നഗരമായിരുന്നു ബാൾട്ടിമോർ. പുകയില വ്യാപാരമായിരുന്നു ബാൾട്ടിമോർ അടങ്ങുന്ന മേരിലാൻഡ് സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. ഇംഗ്ലണ്ടിലേക്ക് വൻതോതിൽ പുകയില കയറ്റുമതി നടത്തിയിരുന്നത് ബാൾട്ടിമോർ തുറമുഖം കേന്ദ്രീകരിച്ചായിരുന്നു. 1814 ബ്രിട്ടന്റെ കപ്പൽപ്പട ബാൾട്ടിമോർ തീരത്തടുത്തു. കപ്പലുകളിൽ നിന്നും 25 മണിക്കൂർ നേരമാണ് ബാൾട്ടിമോറിന് നേരെ നിർത്താതെ വെടിയുതിർത്തത്. അമേരിക്കൻ സൈന്യത്തിന്റെ തിരിച്ചുള്ള ശക്തമായ ആക്രമണത്തെ തുടർന്ന് ഇംഗ്ലീഷ് പടയ്ക്ക് തുറമുഖത്തു നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ചരിത്രരേഖകളിൽ ബ്രിട്ടനെതിരായുള്ള സെക്കൻഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. ബാൾട്ടിമോർ തുറമുഖ തീരം പിന്നിട്ട് പാതയ്ക്കിരുവശവും വനനിബിഡമായ ഒരു പ്രദേശത്തു കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ബാൾട്ടിമോർ അർബൻ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ വനത്തിൽ ഏകദേശം 20 ലക്ഷം മരങ്ങളുണ്ടെന്നാണ് കണക്ക്. ന്യൂയോർക്കിലേക്ക് നീളുന്ന ഹൈവേ റോഡിന് മുകളിലൂടെ തലങ്ങും വിലങ്ങും കൂറ്റൻ ഫ്ലൈ ഓവറുകൾ കാണാം. ഗംഭീരമായ 8 വരി പാതകളിലൂടെ കൊതിയൂറുന്ന വേഗതയിൽ വാഹനങ്ങൾ പായുന്നു. 1930 മുതൽ നടത്തിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ നഗരങ്ങളെ കോർത്തിണക്കി ഇത്തരം ഹൈവേകൾ നിർമ്മിച്ചത്. നിത്യവൃത്തിക്ക് പാടുപെടുന്നവർ പോലും തങ്ങളുടെ മക്കൾക്ക് മേൽത്തരം വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുന്നവരുടെ നാടാണ് നമ്മുടെ കേരളം. അവരെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിനു ശേഷം തികഞ്ഞ പ്രൊഫഷണലുകളായി മാറുകയും അവരിൽ ഭൂരിഭാഗവും വരുംകാലങ്ങളിൽ വാഹനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും. അടുത്ത 2 തലമുറകൾ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ കേരളത്തിലെ നിരത്തുകളിൽ എത്ര ലക്ഷം വാഹനങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ വാഹനങ്ങളെല്ലാം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകണമെങ്കിൽ എത്രമാത്രം ഗതാഗത സൗകര്യങ്ങൾ ഇന്നേ കരുതി വെക്കണമെന്നുള്ള കാര്യം ഗൗരവമായി കാണണം. നവനിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് ഇണങ്ങുവിധമായിരിക്കണം എന്നതും വിസ്മരിക്കാൻ പാടില്ല. ഹൈവേകളുടെ നിർമ്മാണത്തിനായി കുടിയിറക്കപ്പെടുന്നവരോടുള്ള സർക്കാരിന്റെ സുതാര്യമല്ലാത്ത നിലപാടുകളാണ് ജനങ്ങളെ എക്സ്പ്രസ് വേ പോലുള്ള പദ്ധതികളിൽ നിന്നും അകറ്റി നിർത്തുന്നത്. എത്ര രൂക്ഷമായ സാഹചര്യമാണെങ്കിലും ഹൈവേകളുടെ നിർമ്മാണം അനിവാര്യമാണ്. 100 കണക്കിന് വാഹനങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ നിരത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അമേരിക്കയാണ് 25 വർഷങ്ങൾക്കപ്പുറം കേരളം എന്ന് മുൻകൂട്ടി കാണണം. ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജീവിക്കുന്ന ശരാശരിക്കാരന്റെ മക്കൾ 25 വർഷം കഴിയുമ്പോൾ 1-ലധികം വാഹനങ്ങൾ സ്വന്തമാക്കും എന്നതാണ് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. പിക്കപ്പ് ട്രക്ക് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ട്രക്കാണിത്. ഡ്രൈവർ ക്യാബിന് പിന്നിൽ ടോയ്ലറ്റും കിടപ്പുമുറിയും അടക്കം അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾച്ചേർന്ന ട്രക്ക്. അമേരിക്കൻ നിരത്തുകളിലെ നിത്യസാന്നിധ്യമാണ് ഇത്തരം ട്രക്കുകൾ. ഇന്ത്യയുടെ 3 ഇരട്ടിയിലേറെ വലിപ്പമുള്ള രാജ്യമാണ് അമേരിക്ക. ഇവിടുത്തെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ പ്രധാന കണ്ണികളാണ് ഇവ. ട്രക്കുകളിലൂടെയുള്ള ഇത്തരം ചരക്ക് ഗതാഗതം 3-4 ദിവസങ്ങൾ നീണ്ടുനിൽക്കും. ആ ദിവസങ്ങളിൽ ഡ്രൈവർമാരുടെ ഉറക്കവും വിശ്രമവുമെല്ലാം ഇതിനുള്ളിലാണ്. അമേരിക്കൻ ഹൈവേകളിലൂടെ തലങ്ങും വിലങ്ങും പായുന്ന ഇത്തരം ആയിരക്കണക്കിന് ട്രക്കുകൾ കാണാം. എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ സഞ്ചരിക്കുന്ന വീട്. സസ്ക്യൂഹന്ന നദീതീരത്തുകൂടിയാണ് ബസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞൊഴുകുകയാണ് നദി. കായൽ പോലെ തോന്നിപ്പിക്കുന്ന ശാന്തത. ഇരുകരകളിലും നിബിഡ വനങ്ങൾ. സസ്ക്യൂഹന്നയുടെ തീരത്തുകൂടി റെയിൽ റോഡ് കടന്നുപോകുന്നു. നദീതീരത്ത് ജനവാസ കേന്ദ്രങ്ങളുടെ സൂചന പോലെ വാട്ടർ ടാങ്കുകൾ തലയുയർത്തി നിൽക്കുന്നു. തൊട്ടരികിൽ ഹോട്ടലുകളുടെ സൈൻ ബോർഡുകളും. ആധുനിക പാതകളും പാതയോരത്തെ നിബിഡ വനങ്ങളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് യാതൊരു കോട്ടവും വരുത്താതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.
ബാൾട്ടിമോർ ട്രീ ട്രസ്റ്റാണ് ഈ അർബൻ വനങ്ങൾ സംരക്ഷിക്കുന്നത്. ഗൈഡ് മൈക്കിൾ അപ്പൂപ്പൻ പ്രഭാഷണം തുടങ്ങി. ന്യൂയോർക്കിൽ തിരിച്ചെത്തിയാൽ ഇന്നു രാത്രിയിൽ കാണേണ്ട കാഴ്ചകളും നാളെ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ് അപ്പൂപ്പൻ വിവരിക്കുന്നത്. ഡെലവേർ പട്ടണത്തിലൂടെയാണ് ബസ് ഇപ്പോൾ നീങ്ങുന്നത്. ഇനി അല്പം വിശ്രമിക്കാനുള്ള സമയമാണ്. യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. വാഷിംഗ്ടണിലേക്ക് പോയപ്പോൾ ബസ് നിർത്തിയ ഡെലവേറിലെ അതേ ഇടത്താവളത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സഞ്ചാരികളെല്ലാം ലഘുഭക്ഷണത്തിനായി റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. വിശാലമായ നടുത്തളത്തിനു ചുറ്റുമായി നിരയൊപ്പിച്ച ഫുഡ് കോർട്ടുകൾ. സഞ്ചാരികളുടെ സൗകര്യത്തിനായി മധ്യഭാഗത്തായി മേശകളും കസേരകളും തയ്യാറാക്കിയിട്ടുണ്ട്. ബാൾട്ടിമോർ പ്രദേശത്തിന്റെ മാപ്പാണ് ചുവരിൽ പതിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ DC-ക്കും ന്യൂയോർക്ക് നഗരത്തിനും ഒത്ത മധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ. യു ആർ ഹിയർ എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നിടത്താണ് ഞാൻ നിൽക്കുന്നത്. ബസ് പുറപ്പെടേണ്ട സമയമായി. ഇതാണ് ബസ്സിലുണ്ടായിരുന്ന സ്പാനിഷ് ഗൈഡ്. ബാൾട്ടിമോർ പാലത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. നേരമിരുട്ടി. അങ്ങകലെ ന്യൂയോർക്ക് നഗരം പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഹഡ്സൺ നദിക്കടിയിലൂടെയുള്ള ലിങ്കൺ ടണലിലൂടെ ബസ് അതിവേഗം നീങ്ങി. 2.5 കിലോമീറ്ററോളം നീളമുള്ള ലിങ്കൺ ടണൽ ന്യൂജേഴ്സിയെയും ന്യൂയോർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ന്യൂയോർക്ക് നഗരത്തിലെ 7th അവന്യൂവിൽ ബസ് എത്തിച്ചേർന്നു. ഇവിടെ അടുത്താണ് ടൈംസ് സ്ക്വയർ. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലാത്തതിനാൽ ഹോട്ടലിലേക്ക് മടങ്ങാം. അതിനു മുൻപ് ടൈംസ് സ്ക്വയറിൽ ഒന്ന് ചുറ്റി നടക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സ്ക്വയർ ഉത്സവ പറമ്പ് പോലെ തോന്നി. സഞ്ചാരികളുടെ പ്രവാഹമാണ്. രാവിലെ ആഘോഷമാക്കാനെത്തിയവരുടെ തിരക്കാണെങ്കും. നിരവധി സ്ക്രീനുകളുള്ള ഒരു സിനിമാ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണെന്ന് തോന്നും വിധം പരസ്യ ബോർഡുകൾ വെളിച്ചം വിതറി നിൽക്കുന്നു. അൽ ജസീറ പോലുള്ള ചാനലുകൾ അമേരിക്കയിലേക്ക് വരുന്നതിന്റെ പരസ്യങ്ങളും അവയ്ക്കിടയിൽ കാണാം. ഒരിക്കലും ഉറങ്ങാത്ത ന്യൂയോർക്ക് നഗരത്തിലൂടെ 10,000-ങ്ങളാണ് നടന്നു നീങ്ങുന്നത്. മക്ഡൊണാൾഡും മാഡം തുസാൻസും അടക്കം ലോകത്തിലെ വമ്പൻ സ്ഥാപനങ്ങളുടെ എല്ലാം ബ്രാഞ്ചുകൾ ടൈംസ് സ്ക്വയറിനു ചുറ്റും അണിനിരക്കുന്നു. ടൈംസ് സ്ക്വയറിൽ ഒരു ഷോറൂം തുടങ്ങുക എന്നത് പല ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും അഭിമാന പ്രശ്നമാണ്. സ്ക്വയറിനിരുവശവും നൈറ്റ് ക്ലബ്ബുകളുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ നൈറ്റ് ക്ലബ് സുന്ദരിമാർ വാതിൽക്കൽ നിരന്നു നിൽക്കുന്നു. വിനോദസഞ്ചാരികളെ രസിപ്പിക്കുന്ന ഇത്തരം നിശാ ക്ലബ്ബുകളും നഗരത്തിന് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുന്നു. ക്ലബ്ബുകൾക്കും പബ്ബുകൾക്കുമിടയിൽ വമ്പൻ ഷോറൂമുകൾ. ബാർബിക്യൂ റെസ്റ്റോറന്റുകളും വിവിധയിനം വിഭവങ്ങൾ ലഭിക്കുന്ന ഹോട്ടലുകളും തെരുവിനെ സജീവമാക്കുന്നു. ഇതാണ് ന്യൂയോർക്കിന്റെ രാക്കാഴ്ച. ന്യൂയോർക്ക് നഗരമെന്ന് കേൾക്കുമ്പോൾ സമ്പന്നരുടെ ഏരിയ എന്ന് തോന്നുമെങ്കിലും ഇവിടെയും തട്ടുകടകളുണ്ട്. വഴിയരികിലെ കടകളിൽ ഇറച്ചി ബാർബിക്യൂ ചെയ്ത് കിട്ടും. ഞാൻ അത്തരത്തിലൊരു ബാർബിക്യൂ ഓർഡർ ചെയ്തു. ന്യൂയോർക്ക് നഗരത്തിലെ തട്ടുകടയിൽ നിന്നും ബാർബിക്യൂ കഴിക്കണം എന്നൊരാഗ്രഹം. ഇത് ഉണ്ടാക്കുന്നതും വളരെ രസകരമായ കാഴ്ചയാണ്. കമ്പിൽ കോർത്ത ഇറച്ചിക്കഷ്ണങ്ങൾ ഗ്രില്ലിൽ വെച്ച് അടിയിൽ നിന്നുള്ള തീയിൽ മുറിക്കുന്നു. തേപ്പുപെട്ടി പോലൊരു ഉപകരണം വെച്ച് ഇടയ്ക്കിടെ മറിച്ചും തിരിച്ചുമിട്ട് അമർത്തിയെടുക്കുന്നുണ്ട്. ഇറച്ചിയിലെ നെയ്യെല്ലാം ഉരുകി താഴേക്ക് വീണ് ജ്വാലയായി പുറത്തേക്ക് വരുന്നു. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് വൃത്തിയായിട്ടാണ് ചങ്ങാതി ബാർബിക്യൂ ചെയ്യുന്നത്. ബാർബിക്യൂ വാങ്ങി നടത്തം തുടർന്നു. നിശാ ക്ലബ്ബുകളുടെ പരസ്യപ്രചരണ വാഹനം കടന്നുപോകുന്നു. പാതയോരത്ത് നിരനിരയായി സൈക്കിൾ റിക്ഷകൾ. ഇവിടെ കാഴ്ചകൾക്ക് ഒടുക്കമില്ല. കറുത്തവരും സായിപ്പുമാരും ചവിട്ടുന്ന സൈക്കിൾ റിക്ഷകൾ. അവയങ്ങനെ ഒരു ജാഥയായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അവയിലൊന്നും യാത്രക്കാരെ കാണുന്നില്ലെന്നത് വേറെ കാര്യം. പെഡിക്യാബ് എന്നാണ് ഇത്തരം റിക്ഷകൾ അറിയപ്പെടുന്നത്. എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന നഗരമാണ് ന്യൂയോർക്ക്. ഞാൻ ടൈംസ് സ്ക്വയറിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേർന്നു.
ഈ മെലിഞ്ഞ കെട്ടിടം വെറും പരസ്യ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. കെട്ടിടത്തിന് ഒന്നടങ്കം പരസ്യ ബോർഡുകൾ വിഴുങ്ങിയ അവസ്ഥ. സഞ്ചാരികളെല്ലാം ആഘോഷ മൂഡിലാണ്. തെരുവിൽ ഇത്തരം രസകരമായ കാഴ്ചകളുമുണ്ട്. ബൈബിൾ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടിയവർ. ഇസ്രായേലിലെ പുരാതന കാലഘട്ടത്തിലെ ജനതയുടെ രീതിയിലാണ് വസ്ത്രധാരണം. യഥാർത്ഥത്തിൽ ഇതൊരു തരം സുവിശേഷ വേലയാണ്. മതപരമായ കാര്യങ്ങളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. നഗരത്തിലെ ജനപ്രവാഹത്തിലൂടെ ഞാൻ നടത്തം തുടർന്നു. പാതയ്ക്കിരുവശവും ധാരാളം സുവനീർ ഷോപ്പുകൾ കാണാം. സൈക്കിൾ റിക്ഷകളും ബസ്സുകളും തെരുവിനോരം പറ്റി നീങ്ങുന്നു. ഉല്ലസിക്കാൻ മാത്രമായി നഗരത്തിലെത്തിയ സഞ്ചാരിക്കൂട്ടങ്ങൾ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഉത്സവപ്പറമ്പുകളുടെ പ്രതീതി. ഇതിൽ ഒരാൾ പോലും ന്യൂയോർക്കുകാരാവില്ല എന്നതാണ് പ്രത്യേകത. നഗരവാസികളെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയുള്ള കാഴ്ചകളല്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ. ഇവരിൽ വിവിധ മതസ്ഥരുണ്ട്. വിവിധ സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്നവരുണ്ട്. യാഥാസ്ഥിതികരും പരിഷ്കരണവാദികളുമുണ്ട്. തട്ടമിട്ടു നടക്കുന്ന മുസ്ലിം സ്ത്രീകൾ മുതൽ ഫാഷൻ ഡ്രസ്സിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന സുന്ദരികളെ വരെ ഇക്കൂട്ടത്തിൽ കാണാം. ഇവിടെ ഒരു സുവിശേഷ പരിപാടി നടക്കുന്നുണ്ട്. ബൈബിൾ വായിച്ചിട്ട് ഒരാളെ നീതിവിചാരണ ചെയ്യുന്ന ദൃശ്യമാണിത്. അമേരിക്കൻ ക്രിസ്ത്യാനികളിൽ പല വിഭാഗക്കാരുണ്ട്. ബ്രദറൻ, പെന്തക്കോസ്റ്റ് എന്നിങ്ങനെ ഒട്ടനവധി ക്രിസ്തീയ വിഭാഗങ്ങളുള്ള നാടാണിത്. സുവിശേഷ പ്രചാരകരുടെ അടുത്തുനിന്നും നടന്നെത്തിയത് സാമ്പാ നർത്തകിയുടെ വേഷഭൂഷാദികളോടെ നിൽക്കുന്ന ഒരു സുന്ദരിയുടെ അരികിലേക്കാണ്. തലയിൽ ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾ കൊണ്ട് അലങ്കരിച്ച തൊപ്പി ധരിച്ചിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് രസകരമായ കാര്യം പിടികിട്ടിയത്. സുന്ദരി അല്പവസ്ത്രധാരിയാണ്. ബാക്കി ശരീരഭാഗം മുഴുവൻ പെയിന്റ് ചെയ്തിരിക്കുകയാണ്. പാശ്ചാത്യ നാടുകളിൽ പ്രചാരത്തിലുള്ള ബോഡി പെയിന്റിംഗ് കലയാണിത്. വസ്ത്രം ശരീരത്തിൽ വരച്ചു ചേർത്തിരിക്കുന്നു. സുന്ദരിയോടൊപ്പം നൃത്തം ചെയ്യാനും ഫോട്ടോ എടുക്കാനും ധാരാളം പേർ എത്തിയിട്ടുണ്ട്. വൃദ്ധരെന്നോ ചെറുപ്പക്കാരെന്നോ ഭേദമില്ലാതെ ഒരു ചെറുസംഘം ചുറ്റിലുമുണ്ട്. ആളുകളെ ചേർത്തു നിർത്തി സുന്ദരി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അവശ്യവസ്ത്രം ഒഴികെ ബാക്കി ശരീരഭാഗമെല്ലാം ചുവപ്പും പച്ചയും വെള്ളയും നിറങ്ങൾ ഉപയോഗിച്ച് ഭംഗിയായി പെയിന്റ് ചെയ്തിരിക്കുന്നു. സുന്ദരിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ $5 കൊടുക്കണം. ഇപ്പോൾ ടൈം സ്ക്വയറിലെ ഒരു താരം ഇവളാണെന്ന് തോന്നും. സഞ്ചാരികളിൽ നല്ലൊരു ഭാഗം ഇവിടേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 1960കളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഉദയം ചെയ്ത കലാരൂപമാണ് ബോഡി പെയിന്റിംഗ്. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബോഡി പെയിന്റിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും എത്താറുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ ഒരു സംഘം സുന്ദരിയോട് കുശലം പറഞ്ഞ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ചങ്ങാതിയുടെ ഭാര്യയ്ക്ക് അതത്ര പിടിച്ച മട്ടില്ല. അതുവഴി കടന്നുപോകുന്ന സുഹൃത്തുക്കളോട് സുന്ദരി കുശലാന്വേഷണം നടത്തുന്നു. യാതൊരു സഭാകമ്പവും ഇല്ലാതെയുള്ള പെരുമാറ്റം. ധാരാളം കാശ് പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. തന്റെ ഇന്നത്തെ സമ്പാദ്യം സൂക്ഷിക്കാൻ സുന്ദരി ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബോഡി പെയിന്റിംഗ് നടത്തിയ സുന്ദരിയുടെ അടുത്തുനിന്നും നടന്നെത്തിയത് ഒരു പാവകളിക്കാരന്റെ അരികിലേക്കാണ്. ഇയാളുടെ പാവകളി കാണാനും സഞ്ചാരികൾ കൂടിയിട്ടുണ്ട്. കുട്ടികൾക്കാണ് ഇത്തരം കളികളിൽ ഏറെ താൽപ്പര്യം. $2 മുതൽ $5 വരെയാണ് ഇവരുടെയൊക്കെ പ്രതിഫലം. വേറൊരു ചങ്ങാതി ചെസ് കളിക്കാൻ ആളെ കാത്തിരിക്കുന്നു. കസാരകളും മേശകളും നിരത്തിയിട്ട് ബിയറും പാനീയങ്ങളും കഴിച്ച് രാവൊരു ഉത്സവമാക്കി തീർക്കുകയാണ് ഒരു പറ്റം ആളുകൾ. പാതയോരത്ത് പ്രതിഷേധ പ്രകടനക്കാരുമുണ്ട്. സപ്പോർട്ട് ജാസ്മിൻ റവല്യൂഷൻ ഓഫ് ചൈന എന്നാണിവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ചൈനയിൽ മുല്ലപ്പൂ വിപ്ലവത്തിന് നേരമായി എന്നാണ് പ്രഖ്യാപനം. അമേരിക്കൻ കമ്മിറ്റി ഓഫ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ചൈനയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ പ്രകടനക്കാരെ ഞാൻ കണ്ടതാണ്. ഇരുമ്പുകൂട്ടിൽ നിൽക്കുന്നയാൾ മാറിയിട്ടുണ്ടെന്ന് മാത്രം. തടവിലാക്കപ്പെട്ട ചൈനീസ് ആക്ടിവിസ്റ്റ് ഡോക്ടർ ബിങ്ങിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മാതൃരാജ്യത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നവരാണ് ചൈനക്കാർ. തെരുവിന്റെ മറ്റൊരു ഭാഗത്ത് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടില്ലെന്ന് വാശിപിടിച്ചു നിന്ന യുവാവാണ് അബോധാവസ്ഥയിൽ തറയിൽ കിടക്കുന്നത്. ചുറ്റും കൂടി നിന്നവർ ചങ്ങാതിയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ്. പല നഗരത്തിലും പുരുഷന്മാരെ ആകർഷിക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഇവിടെ സംഗതി നേരെ തിരിച്ചാണ്. പുരുഷന്മാർ സ്ത്രീകളെ വലവീശി പിടിക്കാൻ മസിലും പിരിപ്പിച്ചു നിൽക്കുന്നു. ചില സ്ത്രീകൾ കൗതുകപൂർവ്വം ഇവർക്കിടയിലേക്ക് എത്തുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ അല്പം ലജ്ജയോടെ അവർക്കരികിൽ നിന്നും നടന്നകലുന്നു. മറ്റൊരു ഭാഗത്ത് ബാറ്റ്മാൻമാരും ബാറ്റ് വുമണും എന്തോ ചർച്ചയിലാണ്. മൊബൈൽ ഫോണിൽ എന്തോ തിരയുകയാണ് ഹോളിവുഡ് കഥാപാത്രം ഹൾക്ക്. തൊട്ടടുത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വേഷധാരിയുമുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റാച്യു സഞ്ചാരികളെ രസിപ്പിച്ച് $2 ഒപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇവർക്കെല്ലാം തന്നെ ഇവിടെ ജീവിക്കാനുള്ള വരുമാനം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നിത്യവും വേഷപ്രകടനവുമായി ഈ ചത്തുരത്തിലേക്ക് എത്തുന്നത്. ടൈംസ് സ്ക്വയറിലെ ഫാദർ ഡെഫി സ്ക്വയറിലേക്കാണ് ഞാൻ നടക്കുന്നത്. ചത്തുരത്തിൽ ഒത്ത മധ്യത്തിലായി നിർത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ധാരാളം സഞ്ചാരികൾ ഇരിപ്പുണ്ട്. അവർക്ക് പിന്നിലായി ഫാദർ ഫ്രാൻസിസ് പാട്രിക് ഡെഫിയുടെ പ്രതിമ കാണാം. പട്ടാളക്കാരനായിരുന്ന പാതിരിയാണ് ഡെഫി. ഫാദർ ഡെഫിയുടെ പിന്നിലായി ബാൽക്കണി പോലെ ആളുകൾക്കിരിക്കാനുള്ള പടവുകളുണ്ട്. പടവുകൾ ലക്ഷ്യമാക്കി ഞാൻ നടത്തം തുടർന്നു. ഒത്തുചേരുക എന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വഭാവമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ഒത്തുചേരൽ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചുപോയി. കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികൾ അതിരിടുന്ന ചത്തുരത്തിൽ പതിനായിരങ്ങളാണ് സായാഹ്നത്തിൽ ഒത്തുചേരുന്നത്. ആളുകൾ തമ്മിൽ കാണുന്നു എന്നതിലാണ് കാര്യം. കുറെ പേർ ഇതിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നു. മറ്റു ചിലർക്ക് ഇത് ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഫാദർ ഡെഫിയുടെ പ്രതിമ സഞ്ചാരികൾക്ക് അനുഗ്രഹാശിസ്സുകളേകി ചത്തുരത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഷെയർ മാർക്കറ്റിലെ ഉയർച്ചയും താഴ്ചയും, പുതിയ സിനിമകളുടെയും സീരിയലുകളുടെയും വിശേഷങ്ങൾ, വിവിധയിനം മദ്യങ്ങളുടെ വിലവിവരങ്ങൾ എന്നിവയെല്ലാം പരസ്യ ബോർഡുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. ചുറ്റോടു ചുറ്റും സ്ക്രീനുകൾ നിറഞ്ഞ സിനിമാ കൊട്ടക പോലെ വിശാലമായ ചത്തുരം. സ്ക്രീനുകളിൽ മിന്നിമറയുന്ന പരസ്യങ്ങൾ തന്നെയാണ് സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു പോകുന്ന പരസ്യങ്ങൾ. പരസ്യ ബോർഡിലൂടെ മാത്രം വരുമാനമുണ്ടാക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഈ ചത്തുരത്തിനു ചുറ്റുമുണ്ട്. വധൂവരന്മാർ ഒരു ഫോട്ടോ സെഷന് തിരിക്കുകയാണ്. രാത്രിയായാലും പകലായാലും വിവാഹദിനത്തിൽ ടൈംസ് സ്ക്വയറിൽ നിന്നൊരു ഫോട്ടോ ഇവിടെ ഒരു ചടങ്ങായി മാറിയിരിക്കുന്നു. സമയം ഏതാണ്ട് 10 മണിയായി. റെഡ് ഗാലറിയുടെ പടവുകളിലിരുന്ന് സഞ്ചാരികൾ ചത്തുരത്തിലെ കാഴ്ചകൾ നോക്കിക്കാണുന്നു. ഞാനും ഗാലറിയുടെ ഏറ്റവും പിന്നിലായി സ്ഥാനം പിടിച്ചു. ഗാലറിക്ക് മുന്നിൽ ടൈംസ് സ്ക്വയർ നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നു. ന്യൂയോർക്കിന്റെ അമ്പരചുംബികൾക്ക് താഴെ വിശാലമായ ചത്തുരത്തിലൂടെ ഒഴുകി നീങ്ങുന്ന സഞ്ചാരിക്കൂട്ടം. സഞ്ചാരികൾക്ക് യാതൊരു തടസ്സവും സൃഷ്ടിക്കാതെ വാഹനങ്ങൾ കടന്നുപോകുന്നു. 7th അവന്യൂവും ബ്രോഡ്വേയും കോണോടുകോൺ കടന്നുപോകുന്ന പ്രദേശമാണിത്. നല്ല തണുപ്പുണ്ട്. അതിനാൽ ഇത്രയേറെ തിരക്കുണ്ടായിട്ടും അസ്വസ്ഥതകൾ തോന്നുന്നില്ല. കുറെ പേർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ സഞ്ചാരികളാണിവർ. വിവിധ വിശ്വാസികൾ. വേഷങ്ങളിൽ പോലും ആ വൈവിധ്യം പ്രകടമാണ്. ചത്തുരത്തിന്റെ മറ്റൊരു വശത്ത് അർദ്ധനഗ്നനായ ഒരു ചങ്ങാതി ഗിറ്റാറുമായി പാട്ടുപാടുന്നു. പണപ്പിരിവ് തന്നെയാണ് ഇത്തരം കലാപ്രകടനങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം. പാട്ടുകാരന്റെ ഒപ്പം നിന്ന് കൈയടിക്കാനും ഫോട്ടോ എടുക്കാനും ആളുകൾ കൂടിയിട്ടുണ്ട്. $1-2 വേണ്ടിയാണ് അവന്റെ സംഗീതം. ഇതൊരു സർക്കസ് കലാകാരനാണ്. ശരീരം കൊണ്ട് അഭ്യാസം നടത്തുകയാണ്. സ്വന്തം ശരീരത്തിന് പുറമെ ഒരു സഞ്ചിയും തൊപ്പിയും മാത്രമാണ് ഈ ബിസിനസ്സിലെ ഇൻവെസ്റ്റ്മെന്റ്. പ്രകടനശേഷം ചങ്ങാതി തൊപ്പിയുമായി പണപ്പിരിവ് തുടങ്ങുന്നു. സഞ്ചാരികളെ കാത്ത് സൈക്കിൾ റിക്ഷക്കാർ പാതയോർത്ത് നിൽക്കുന്നുണ്ട്. അതിനരികിൽ മൈക്കിൾ ജാക്സന്റെ വേഷത്തിൽ ഒരാളുടെ നൃത്തപ്രകടനം. ടൈംസ് സ്ക്വയറിന്റെ തിരക്കിൽ നിന്നും ഞാൻ ലോങ് ഐലൻഡ് റെയിൽ റോഡ് സ്റ്റേഷനിലേക്ക് നടന്നെടുത്തു. സമയം 10:30 കഴിഞ്ഞു. ഇന്നിനി മടങ്ങാം എന്നാണ് എൻ്റെ തീരുമാനം. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ജമൈക്ക വഴി പോകുന്ന ഒരു ട്രെയിനിൽ കയറിപ്പറ്റി. ടിക്കറ്റ് എക്സാമിനറുടെ തൊപ്പിയും കോട്ടുമൊന്നും ഒരു അമേരിക്കൻ സായിപ്പിന് ചേർന്നതല്ല എന്നെനിക്ക് തോന്നി. ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയോ കണ്ടുമറന്ന രൂപഭാവം. എല്ലാ കോച്ചിലും എക്സാമിനർ ടിക്കറ്റ് പരിശോധിക്കാനെത്തും എന്നാണ് പ്രത്യേകത.
മടക്കയാത്രയിൽ ഇന്നൊരു ദിവസത്തെക്കുറിച്ചായി എൻ്റെ ചിന്ത. എത്രയോ തരം ആളുകളുമായി ഇടപഴകിയുള്ള നീണ്ട യാത്ര. ട്രെയിനിനുള്ളിൽ തന്നെ വിവിധ തരം ആളുകൾ. ചിലർ ചർച്ചകളിൽ മുഴുകിയിരിക്കുന്നു. വേറൊരാൾ എന്തോ ഗാഢമായ ചിന്തയിൽ കയ്യിലെ നെയിൽ പോളിഷ് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അവളുടെ ചിന്തകൾക്ക് അവസാനം നെയിൽ പോളിഷും തീർന്നിട്ടുണ്ടാവും. മനസ്സ് ഇന്നത്തെ കാഴ്ചകളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോഴേക്കും ട്രെയിൻ ജമൈക്കയോട് അടുത്തുകൊണ്ടിരുന്നു. വിദ്യാർത്ഥികളും ജോലിക്കാരും സഞ്ചാരികളും അടങ്ങുന്ന വലിയൊരു സംഘം ബോഗിയിലുണ്ട്. ട്രെയിൻ ജമൈക്ക സ്റ്റേഷനിലെത്തി. 2-3 ദിവസത്തെ യാത്ര കൊണ്ട് സ്റ്റേഷനും പരിസരവും സുപരിചിതമായിരിക്കുന്നു. ഇപ്പോഴിത് പ്രേക്ഷകർക്കും സുപരിചിതമായിരിക്കും. നമ്മുടെ നാട്ടിലെ സാധാരണ റെയിൽവേ സ്റ്റേഷന്റെ പകുട്ടൊക്കെയേ ഇതിനുമുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്വാളിറ്റി ഇൻ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. റെയിൽവേ സ്റ്റേഷനും ഹോട്ടലും ജമൈക്കയുമൊക്കെ എൻ്റെ നാട്ടിൻപുറം പോലെ പരിചിതമായിരിക്കുന്നു. ദീർഘമായ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ വിശ്രമത്തിനായി മുറിയിലേക്ക് നടന്നു. നാളെ രാവിലെ വീണ്ടും യാത്ര തുടരണം.